നമ്മളിപ്പോൾ ഒരുപാട് വിഷമത്തോട് കേട്ടോ ജീവിതസമിതി യാത്ര ഇരിക്കുന്നത്. കാരണം ഞാനിത് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പരിതാപകരമായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടായില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിയാസാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു യാത്രയിലാണ്. യാത്ര പോകുന്നത് എൻ്റെ നാട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ അകലെയുള്ള മാളയിലേക്കാണ് യാത്ര പോകുന്നത്. അവിടെ ജൂത സിനഗോഗും പ്ലസ് സെമിത്തേരി ഉണ്ട്, അതും കൂടി കാണാനാണ് പോകുന്നത്. പണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മൊബൈൽ ക്യാമറയിലാണ് ചെയ്തത്. അതിൻ്റെ പേര് ക്ലാരിറ്റിക്ക് ഇച്ചിരി കുറവായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. നല്ല വീഡിയോസ് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെയാണ് നമ്മൾ യാത്ര ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പുഴ. അപ്പോൾ ഈ പുഴ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 10 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ ജൂത സിനഗോഗിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ജൂത സിനഗോഗ്. വലിയ ആഡംബരമൊന്നുമില്ല, പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് മാള ടൗൺ വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മുസ്ലിം പള്ളിയും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്, അതായത് 2 ഡയറക്ഷനിലാണ്. ഇപ്പോൾ വലത്തേ അറ്റത്ത് മുസ്ലിം പള്ളിയും ഇടത്തേ അറ്റത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അങ്ങനെ നേരെ കടന്നു കേട്ടോ മുസ്ലിം പള്ളി. അങ്ങനെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ജൂത സെമിത്തേരി അല്ല, ജൂത സിനഗോഗിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റും ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ മുമ്പ് ഇതിനു മുന്നിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ. പിന്നീട് ഇത് ആർക്കിയോളജി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആർക്കിയോളജി ഇത് ഏറ്റെടുത്തത്. കുറച്ച് കേസ് ഉണ്ടായിരുന്നു. 4 ഏക്കർ സെമിത്തേരിയൊക്കെ വിട്ടുകിട്ടാനുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നിൽക്കുന്ന പ്ലോട്ടും വിട്ടുകിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് ചെറിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മുസ്ലിസ് പ്രൊജക്റ്റിൻ്റെ കേന്ദ്രങ്ങളൊക്കെ അടയാളപ്പെടുത്തിയ ഒരു മാപ്പ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഏരിയ ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ നേരെ ഇതിലോട്ട് അകത്തേക്ക് കയറണം കേട്ടോ. അകത്തേക്ക് കയറുന്ന സമയത്ത് മറ്റ് ജൂത പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആർച്ച് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കാലക്രമേണ പൊളിഞ്ഞു പോയതാണ്. ഇത് ഒരു വട്ടം തകർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ പള്ളി. അതിനുശേഷം പുനർനിർമ്മിച്ചതാണ്. പിന്നീട് ഇവർ പഞ്ചായത്തിനെ ഏൽപ്പിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് വരുന്നത്. ഇവിടെ നമ്മൾ പേരും അഡ്രസ്സും ഫോൺ നമ്പറും നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഫ്രണ്ട് ഓഫീസിലൊരു സ്റ്റാഫ് ഉണ്ടാവും കേട്ടോ, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ മറ്റുള്ള ജൂതപ്പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ വുഡ് വർക്കും കാര്യങ്ങളൊക്കെ മിക്സഡായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വലത്തെ വശത്ത് കാണാം, ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അത് കുറച്ച് നാൾ ഇത് എന്താ പറയുക ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കടന്നതാണ്. അപ്പോൾ ചിതലരിച്ചും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിജാഗിരിയൊക്കെ കണ്ടാലറിയാം പുതിയതാണ്, പുതിയ മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്, വുഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയിട്ട് ഇവിടെ ഡീറ്റെയിൽ എഴുതിയ ഒരു ചെറിയൊരു ഫലകം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ ഈ മരത്തിൻ്റെ പാളികളില്ലേ, അതൊക്കെ കുറച്ച് ദ്രവിച്ചിട്ട് കൂട്ടിച്ചേർക്കലുകൾ കുറച്ചധികം തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറവൂര് മാളയിൽ കാണുന്നിട്ട് ഈ ഭാഗത്ത് അധികം ചിത്രപ്പണി കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഈ വാതിലിൻ്റെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇതും ഇതിൻ്റെ വിജാഗിരി ഡച്ച് കാലത്തെ വിജാഗിരി കേട്ടോ. അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം, പുറകിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു മെസ്സൂസ ഉണ്ട്. എല്ലാ ജൂത സിനഗോഗിലും വീടുകളിലൊക്കെ ഈ മെസ്സൂസ ഉണ്ടാവും. ഞാൻ പറവൂരും ചേന്നമംഗലം കാണിച്ചപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ മെസ്സൂസയ്ക്ക് ഒരു പ്രത്യേകത, ഇത് പുതിയത് ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച മെസ്സൂസ കേട്ടോ. ഈ മെസ്സൂസയുടെ ഉള്ളിൽ വരുന്നത് തോറയുടെ ഇതാണ് പേജ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ തൊട്ട് ഇത് വന്നിച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ജൂത സിനഗോഗിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ഈ ഒരു വർക്ക് നിങ്ങളെ സ്പെഷ്യലായിട്ട് ഞാൻ കാണിച്ചുതരാം. ഈ പൂക്കാണ് നമുക്ക് തോന്നുമെങ്കിലും എല്ലാ പൂക്കളും ഒരുപോലെ അല്ല. എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഈ പൂക്കളിൽ വരുത്തിയിട്ടുണ്ട്. ഇത് പണിത ആൾക്കാർ, ഈ തച്ചന്മാരെന്ന് പറയില്ലേ, അവർ ഈ പൂക്കളിൽ വ്യത്യാസം വരുന്നത് മാത്രമല്ല, നിങ്ങൾ ഈ ഏറ്റവും അറ്റത്ത് കാണുന്നത്, ഈ വലത്തെ അറ്റത്ത് കാണുന്നത്, എനിക്ക് സൂം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഞാൻ പതുക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പൂക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പൂവ് മൊട്ടായി പിന്നെ വിരിഞ്ഞ് തുടങ്ങുന്നത്, പിന്നെ ഫുള്ള് വിരിയുന്നത്, പിന്നെ അത് വാടുന്നത്, അത് കംപ്ലീറ്റ് ഇതിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഞാൻ മാക്സിമം ഞാനത് നിർത്തി ഷൂട്ട് ചെയ്തതാണത്. നിങ്ങൾക്ക് കാണാം ശരിക്കും മൊട്ട് കുറച്ച് വിരിയുന്നൊരവസ്ഥ ഉണ്ടല്ലോ പൂവിൻ്റെ, ഇതും പിന്നീട് കംപ്ലീറ്റ് വിരിഞ്ഞ് വെക്കൂലേ, അതെല്ലാം കറക്റ്റായിട്ട് അവരിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരറ്റത്തു നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ, നടുവിലോട്ട് വരുമ്പോൾ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാത്രമല്ല
ഇതിലുള്ള പൂക്കളൊക്കെ വ്യത്യസ്ത, അതായത് അളവിലും ഈ വിരിഞ്ഞ് നിൽക്കുന്നതിലൊക്കെ വ്യത്യസ്തത പുലർത്തിയിട്ടുള്ളതാണ്. അക്കാലത്ത് ആൾക്കാരെ സംബന്ധിച്ചേ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഈ വുഡിൻ്റെ ഭാഗത്തായിട്ട് തോറയിൽ നിന്നുള്ള വചനങ്ങളും പ്ലസ് മലയാള വർഷം ഏത് വർഷമാണ് ഈ പള്ളിക്ക് അടിസ്ഥാന ശില പാകിയതെന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വുഡ് വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ തന്നെ ഇത്രയും ഭംഗി. അപ്പോൾ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നതൊക്കെ എത്രമാത്രം ഭംഗി ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരു ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മഴയൊക്കെ കൊണ്ട് ദ്രവിച്ചു പോയതാണ്. മാത്രമല്ല ഒരു ജൂത സിനഗോഗിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജനൽ അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ജനൽ കാണാൻ സാധിക്കില്ല. കുറച്ച് അരമതിൽ പൊങ്ങിയതൊക്കെ. അപ്പോൾ ഇത് കുറച്ച് വർക്കൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചതിൽ നമുക്കറിയാൻ സാധിച്ചത് ഇവിടെ സ്കൂളൊക്കെ നടന്നിരുന്നു എന്ന് അറിയാൻ സാധിച്ചത്. 1955 ജൂതന്മാർ ഇത് പഞ്ചായത്തിന് കൈമാറിയിട്ട് പോകുന്നത്. പക്ഷേ പഞ്ചായത്ത് കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഫ്രണ്ടിൽ കടകൾ മാത്രമല്ല, എനിക്ക് ഒരു വിധം അറിവുള്ള കാലത്ത് ഇതിൻ്റെ അകത്തൊക്കെ കുടിയന്മാരെ ബഹളവും കാര്യങ്ങളും ആയിരുന്നു. നിങ്ങൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഇവർ എറണാകുളത്തു നിന്ന് കൊണ്ടുവന്നതാണ്. മാത്രമല്ല ഇനി 7 ലക്ഷം രൂപയോളം ചിലവ് ചെയ്യുന്ന ഒരു പരിപാടി അൽത്താര, നിങ്ങൾ ചേന്നമംഗലത്തും നോർത്ത് പറവൂരും കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു ഡിസൈൻ വർക്കിലുള്ളൂ. അപ്പോൾ 7 ലക്ഷം രൂപയാണ് അതിന് ചിലവ് വരുന്നത്. ആ ഒരു പ്രൊജക്റ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചാളെയും ഇതിലും ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അപ്പോൾ ഈ ഒരു പടി പണിതിരിക്കുന്നത് ഡച്ച് മാതൃകയിലല്ല കേട്ടോ, കേരള മാതൃകയാണ്. കാരണം ഇച്ചിരി പണിയാണ് കയറാനായിട്ട്. ഡച്ച് മാതൃകയിലുള്ള ഗോവണിപ്പടികൾ കയറാനായിട്ട് നല്ല സുഖമാണ്. പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കയറാൻ സാധിക്കും. ഇവിടെ ഒന്ന് തൊടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ തൊട്ടൊന്നും നോക്കുന്നില്ല. മാത്രമല്ല വുഡ് വർക്കും കാര്യങ്ങളല്ലേ, ഇനി എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ ഈ ഫ്രണ്ടിൽ ആർച്ചില്ലാത്ത ഞാൻ ഈ ഡോറ് തുറന്ന് കാണിച്ചു തരാം. ഈ ഡോറ് തുറന്നാൽ നമുക്ക് നേരെ കാണുന്നത് പണ്ട് ജൂ സ്ട്രീറ്റ് എന്നാണ് ആ കാറ് പോകുന്ന വഴിയൊക്കെ അറിയപ്പെട്ടിരുന്നത്. ജൂ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പം അതല്ല, ഇപ്പോൾ ബസ് സ്റ്റാൻഡ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന നീല ഗേറ്റിൻ്റെ ഭാഗത്ത് ഒരു ആർച്ച് ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ലേഡീസിന് കയറാൻ വേണ്ടി സെപ്പറേറ്റ് വഴി. ആ ഭാഗമൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അതിന് നിർമ്മിക്കുന്ന പ്രക്രിയയിലുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ ഡോർ തുറന്നത് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അവരിപ്പോഴും നല്ല രീതിയിൽ ആർക്കിയോളജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോറുകളാണ്. ഒരൊച്ച പോലും ഉണ്ടായില്ല തുറന്നപ്പോൾ. അത്രയും പക്കിയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പൊടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും ആ സ്റ്റാഫിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നി, കഴിവായിട്ട് നമുക്ക് തോന്നി. നമ്മളിത് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ നേരത്തെ വന്ന മെയിൻ ഹാളിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ഇറങ്ങി ചെല്ലുമ്പോൾ ഈ സത്യത്തിൽ ഈ ഭാഗത്ത് കാണാനൊന്നുമില്ല. കാരണം ആ വർക്ക് ഇനി നടന്നൊക്കെ വന്നിട്ട് വേണം. നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് ഒരു വാതിൽ കാണാം, ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വാതിൽ കാണാം. പക്ഷെ ആ വാതിൽ സത്യത്തിൽ പാടില്ല അവിടെ, കാരണം ജ്യോതിഷലോകിലൊന്നും ഇല്ല. പിന്നീട് വന്ന ഇതൊരു സ്കൂളായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ വന്ന ഇന്നോവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണത് നമ്മൾ നേരെ ഇതിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നിങ്ങൾ ഈ നേരെ കാണുന്നത് ഒരു ജൂതൻ്റെ വീടായിരുന്നു. അതിപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. അങ്ങനെ നമുക്കിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഏതൊരു ജൂത സിനഗോഗിൻ്റെ അടുത്തും ഒരു കിണറുണ്ടാവും. കാരണം അംഗശുദ്ധി വരുത്താനായിട്ട് ഇവർക്ക് ഇതുണ്ട്. മുസ്ലിംസ് വുളു ചെയ്യുന്ന പോലെ തന്നെ ജൂതന്മാർക്കും അംഗശുദ്ധി വരുത്തണം, അതിനുള്ള കിണറാണിത്. അപ്പോൾ അതിൽ നിന്നും വെള്ളം കോരി കരിങ്കൽ തൊട്ടിയിൽ നിറച്ച് വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുക. അപ്പോൾ കരിങ്കൽ തൊട്ടി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഞാനത് കുറേ നോക്കി. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടും നല്ല വൃത്തിക്ക് തന്നെ അവർ ഇട്ടിട്ടുണ്ട്. കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നടക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഇതിൻ്റെ പുറകുവശത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിനും ജെൻസിനുള്ള ബാത്റൂം മാത്രമല്ല വീൽ ചെയറൊക്കെ കയറ്റാവുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും കൂടി പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൈറ്റായിട്ട് എനിക്ക് തോന്നി. ഞാനിതിൻ്റെ ഫുൾ രൂപം കാണിച്ചു തരാം കേട്ടോ. ഡബിൾ ഹൈറ്റ് അതിൻ്റെ പേരിൽ ക്യാമറയിൽ ഇത്രയും വൈഡ് ആംഗിൾ ലെൻസായിട്ട് പോലും നമുക്ക് ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ആ കാണുന്ന മരത്തിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, അത് ഈ പള്ളീനേക്കാളും പഴക്കമുള്ളതാട്ടോ. അപ്പോൾ ആദ്യം പണിത പള്ളിയിൽ നിന്നും പിന്നീട് ഇത് വീണ്ടും പണിതപ്പോൾ ഡച്ചുകാരുടെ കാലത്തൊക്കെ ആയിരിക്കണം പുനർനിർമ്മിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു വിജാഗിരിയുടെ സ്റ്റൈല് ഡച്ചുകാരുടെ സ്റ്റൈലാണ് ഉള്ളിലെ വിജാഗിരി ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ബാക്കിയെല്ലാം കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്, പോരായ്മകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും കഴിവിൻ്റെ പരമാവധി ഒരു ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ശിലാഫലകമുണ്ട്, അത് സ്ഥാപിക്കാനുള്ള ശിലാഫലകമാണ്.
മാത്രമല്ല ഈ ഒരു ജനലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് വേറെ സിനഗോഗിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഡിസൈൻ്റെ ഭാഗമായിട്ട് മറിഞ്ഞു പോയതായിരിക്കാം, ചിലപ്പോൾ വല്ല പുരോഹിതന്മാരെ മുറിയോ റബ്ബികളെ മുറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. കാരണം ആൾക്കാരായിട്ടുള്ള ജൂതന്മാർ സന്ദർശിക്കുന്ന സ്ഥലമാണ്. അവർ ഇവിടുത്തെ സെമിത്തേരിയും കാര്യങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു 28 പേര് വന്ന് പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ജൂതന്മാരെ സംബന്ധിച്ച് ഈ മാള ജൂത സിനഗോഗ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഇലക്ട്രിക് പോസ്റ്റായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഹൈറ്റിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ പോസ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നീല കളറുള്ള ഫെൻസിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കൊടുത്തത്. നമ്മളിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മളിൻ്റെ അടുത്ത് പോകുന്നത് ജൂത സെമിത്തേരിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അത് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, ഏകദേശം 1 കിലോമീറ്റർ തികച്ചില്ല. ആ നേരെ കാണുന്ന ബസ് സ്റ്റാൻഡ് റോഡാണ്, ജൂ സ്ട്രീറ്റ് എന്നാണ് ആദ്യം ഉണ്ടായിരുന്ന പേര്. അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ജൂത സിനഗോഗിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇതാണ് വ്യൂ വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഫെൻസിങ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് കടകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തട്ടുകടകളും എന്താ പറയുക മറ്റ് ചില കടകളും കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ജൂത സെമിത്തേരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ച സമയത്ത് നമുക്കിപ്പോൾ ഇതിൻ്റെ കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇത് ഓപ്പണാണ്, ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ ഈ ഗേറ്റ് ഞാൻ അടച്ചതാണിത്. ഞാനിത് ഒരു പകുതി തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാനിത് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ തന്നെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള സെമിത്തേരി ആയിരുന്നു ഇത്. അപ്പോൾ സെമിത്തേരിയുടെ കുറേ ഭാഗം ഗ്രൗണ്ട് കാര്യങ്ങളായിട്ട്, ഇപ്പോൾ മറ്റേ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് കാര്യങ്ങളായിട്ടൊക്കെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത്. അതിനുശേഷമാണ് ഇത്തിരി സ്ട്രോങ് ആയത് ഇത് ഏറ്റെടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഗേറ്റ് ഇത്തിരി ടൈറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അടച്ചിട്ടതാണ് ഈ ഗേറ്റ്. ഇപ്പോൾ ഇനി ഇത് തുറന്നിട്ട് വേണം നമുക്കിനി അകത്തേക്ക് കയറാനായിട്ട്. ഇത് സാധാരണ താഴോട്ട് പൂട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തുകൊണ്ടോ താഴൊന്നിട്ട് പൂട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് നേരെ പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ അവിടെ മുട്ടും. അപ്പോൾ അവിടം വരെയും സെമിത്തേരിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ നടക്കുമ്പോൾ ഒക്കെ ഞാൻ സൂക്ഷിച്ചാണ് നടക്കുന്നത്. നമുക്കറിയില്ല ഇത് എവിടെയാണ് ഇതുള്ളത് എന്നുള്ള ഖബറുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഇവർ പഞ്ചായത്ത് ഏറ്റെടുത്തെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ഇതാണ് ഉള്ളത്, എന്താ പറയുക കല്ലറകളാണ് ഉള്ളത് കേട്ടോ. 3 കല്ലറകളാണ് മെയിനായിട്ടുള്ളത്. അതിൽ അവരെ കുടുംബക്കാർ വരാറുണ്ട്. അത് ഒരു വലിയ കല്ലറയുണ്ട്. ആ വലിയ കല്ലറ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാളയുടെ ഒരു തനി സ്വഭാവം കൂടി കാണാം കേട്ടോ. ഈ പാറ കണ്ടോ. അപ്പോൾ ഈ പ്രദേശം പാറപ്രദേശം തന്നെയായിരുന്നു. പിന്നീട് പല കാലങ്ങൾ കൊണ്ട് ആളുകൾ എന്താ പറയുക അതൊക്കെ ലെവൽ ചെയ്ത് എടുത്തതാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ ചെങ്കൽ പാറകളാണ്. ഈ സൈഡൊക്കെ പാറകൾ തന്നെയാണ്. അപ്പോൾ ഒരു കല്ലറ ഇതിൽ നിന്ന് വേർപെട്ടാണ് കേട്ടോ നിൽക്കുന്നത്. വേറെ 2 എണ്ണം അടുത്തടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്ന കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇവരെ കല്ലറകളെ സ്ഥാനം വരാം. ഇവിടെയാണ് ഒരു കല്ലറ ഉള്ളത്. അപ്പോൾ ഈ കല്ലറയത്തെ പേര് കാര്യങ്ങളൊക്കെ ഏകദേശം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഒരു കല്ലറയും കൂടി ഉണ്ട്. ആ കല്ലറയുടെ ഡീറ്റെയിലും കൂടി ഞാൻ കാണിച്ചു തരാം. നാല് ഏക്കർ കിടക്കുന്ന പറമ്പാട്ടോ ഇത്. 4 ഏക്കർ ആയിരുന്നില്ല, അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജൂതന്മാർക്ക് കല്ലറകൾ കെട്ടുമ്പോൾ അവർ നല്ല ഭംഗിയിലാണ് കെട്ടുക. ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും ഇത്രയും കേടുപാട് ഇതിന് സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കളിക്കാൻ വരും. ഒരുപാട് ആൾക്കാർ ആദ്യം വെള്ളമടിക്കാൻ കയറിയിരുന്നു. ആർക്കിയോളജി ശക്തമാവുന്നതിന് മുമ്പ്, ശക്തമായ നടപടികൾ എടുക്കുന്നതിന് മുമ്പ് മദ്യപിക്കാനൊക്കെ കയറിയിരുന്നു. അതൊക്കെ എനിക്കറിവുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ കോട്ടയിൽ കല്ലുകൾ പോയതുപോലെ ഇവിടുന്ന് ചിലപ്പോൾ പൊളിച്ച് കല്ല് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവാം. ഇവിടെയായിട്ടൊരു ശിലാഫലകം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ശിലാഫലകത്തിൽ രേഖപ്പെടുത്താം മീസാങ്കല്ല് എന്നാണ് മുസ്ലിങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു കല്ലിൽ രേഖപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേര് ഡീറ്റെയിലൊക്കെ രേഖപ്പെടുത്താം. കുടുംബപ്പേര്, എന്ന് മരിച്ചു, പിന്നെ അതിനുശേഷം ഒരു പ്രാർത്ഥന വാചകങ്ങൾ കൂടി ഉണ്ടാവും. ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പിന്നെ അവരെ പ്രൈവസി മാനിച്ച് നമ്മൾ അവരുടെ കുടുംബപ്പേര് കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളൂ.
അടുത്ത കല്ലർ ഇതാണ്. അപ്പോൾ ഒരെണ്ണം ഭയങ്കര വലുതാണ് കേട്ടോ. ബാക്കി അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ഇത്. അതിനേക്കാൾ ചെറുതാണ് നമ്മൾ ആദ്യം കണ്ട കല്ലറാട്ടോ. ഇതാണ് ജ്യോതി സെമിത്തേരി വരുന്നത്. അപ്പോൾ ജ്യോതി സെമിത്തേരി എന്ന് പറയുമ്പോൾ കാണാനായിട്ട് വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. 3 കല്ലറകളേ ഉള്ളൂ. ഈ പറമ്പ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറം പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഗേറ്റ് ഇവിടെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എല്ലാ ഗേറ്റും അടച്ചിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കയറി വശം നോക്കിയായിരുന്നു, വല്ല പട്ടിയോ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ നോക്കിയായിരുന്നു. ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജ്യോതി സെമിത്തേരിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് വിഷമത്തോടെ കേട്ടോ ജ്യോതി സെമിത്തേരിയിൽ യാത്ര തിരിക്കുന്നത്. കാരണം ഞാനിത് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പരിതാപകരമായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടായില്ല. 3 ശവകുടീരങ്ങളാണ് ഇവിടെ ആകെ ഉള്ളത്. ഒന്നാമത്തെ ആയിരിക്കുന്നത്, ഇത് രണ്ടാമത്തത്, പിന്നെ ഒരെണ്ണം ഇവിടെ ഉള്ളിലായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നടക്കുന്നതൊക്കെ സെമിത്തേരിയുടെ മുകളിലൂടെ ആയിക്കോട്ടോ. നമുക്കറിയാനൊരു നിർവാഹമില്ല. ഞാൻ നിങ്ങൾ ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, 4 ഏക്കറോളം വരുന്ന പറമ്പാണ്. മൊത്തം കാട് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഈ സെമിത്തേരിയിൽ ശവകുടീരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായി നമുക്കിത് തോന്നുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടു ഇത് 3ാമത്തെ കുടീരൂടെ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒരു ശാലവും പറഞ്ഞ് ഇവിടുന്ന് യാത്ര തിരിക്കണം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. വളരെയധികം നിരാശപ്പെടുത്തി വരുന്നില്ലേ. വേറെ എവിടെ ഉണ്ടായില്ല വേസ്റ്റ് ഇടാനായിട്ട്. സെമിത്തേരി കൊണ്ടുവന്നിട്ടാണ്. ഇത്രയും ഒരു മതിൽ കെട്ടി തിരിച്ചിട്ടും കുറച്ചൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കാണ് ഇതിന് ബോധം വേണ്ടത്. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെന്നുള്ളവർ. ഇത് പണ്ടത്തെ പാറ ഇതൊക്കെയാണ് കേട്ടോ. ഈ ഭാഗത്ത് JCB ഒന്നും കയറാത്തതിൻ്റെ പേരിലായിരിക്കും പാറ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ വന്നു. സാധനം ഇവിടെ കല്ലൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ സെമിത്തേരിയുടെ ഭാഗമായിരുന്നിരിക്കണം. അപ്പോൾ നമ്മൾ ചവിട്ടാതെ മാറിപ്പോണ്ട്. അപ്പോൾ കാണാൻ വന്നത് എനിക്ക് അബദ്ധമായെന്ന് തോന്നുന്നു. കാരണം ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതൊക്കെ സെമിത്തേരിയുടെ ഭാഗങ്ങളാണ് കേട്ടോ. നമുക്ക് ആരാണ് ചോദിക്കേണ്ട കാര്യമില്ല. മതിലാണോ സെമിത്തേരിയാണോ എന്ന് അറിയാൻ പാടില്ല. ഇതിപ്പോൾ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കല്ലുമ്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടൊക്കെ. അതെ, ഇതാണ് നമുക്ക് ജ്യോതി സെമിത്തേരിയിൽ കാണാനായിട്ടുള്ളത്. ഇത്ര 3 കുടീരങ്ങളുണ്ട്. 3 കുടീരങ്ങൾ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം സമയം. അപ്പോൾ വെയിൽ നല്ല കുറവുണ്ട്. അതിൻ്റെ പേരിലാണ് നമുക്ക് നിൽക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വെയിൽ അടിക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണ് കേട്ടോ. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടുകൂടി നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ആരെയും കണ്ടില്ല. എന്നാലും ഗേറ്റ് നമ്മൾ നല്ല ഭദ്രമായിട്ട് തന്നെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ തുറന്നിട്ടുണ്ടായി, അതും അടച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗേറ്റും നമ്മൾ അടച്ചിട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ റിയാസാണ്. താങ്ക്സ് ഫോർ watching.